ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അനീഷ് ലേണിംഗ് BSc എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട PSCയിൽ ചോദിക്കാൻ ചാൻസുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. 2023 അതുപോലെ തന്നെ 2024 ബന്ധപ്പെട്ടും PSCയിൽ ചോദിക്കാൻ ചാൻസുള്ള കറണ്ട് അഫയേഴ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യണം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ആദ്യത്തെ പോയിന്റ്, അപൂർവ ജനിതക രോഗങ്ങളുടെ ചികിത്സയ്ക്കായി സംസ്ഥാനത്ത് ആദ്യമായി മെഡിക്കൽ ജനറ്റിക്സ് വിഭാഗം ആരംഭിക്കുന്ന ആശുപത്രി ഏത്? SAT ഹോസ്പിറ്റൽ, തിരുവനന്തപുരം. അപൂർവ ജനിതക രോഗങ്ങളുടെ ചികിത്സയ്ക്കായി സംസ്ഥാനത്ത് ആദ്യമായി മെഡിക്കൽ ജനറ്റിക്സ് വിഭാഗം ആരംഭിക്കുന്ന ആശുപത്രിയാണ് SAT ഹോസ്പിറ്റൽ, തിരുവനന്തപുരം. അടുത്തത്, സംസ്ഥാനത്തെ ആദ്യ ദീപാലംകൃത പാലം ഒരുങ്ങുന്നത് എവിടെയാണ്? ഫറോക്ക്, കോഴിക്കോടിലെ ഫറോക്കിലാണ് സംസ്ഥാനത്തെ ആദ്യ ദീപാലംകൃത പാലം ഒരുങ്ങുന്നത്. അടുത്തത്, ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യ നഗരം ഏത്? കൊച്ചി. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യ നഗരമാണ് കൊച്ചി. അടുത്തത്, IIT മദ്രാസിലെ DST TBIയുടെ സ്റ്റാർട്ടപ്പായ ഡോളിനാസ് വികസിപ്പിച്ചെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ് റോബോട്ട് ഏത്? ഹോമോസെപ്പ് ആറ്റമാണ് IIT മദ്രാസിലെ DST TBIയുടെ സ്റ്റാർട്ടപ്പായ സോളിനാസ് വികസിപ്പിച്ചെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ് റോബോട്ട് എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിരീക്ഷണം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി ലക്ഷദ്വീപിൽ ഇന്ത്യയുടെ പുതിയ നാവികത്താവളമാണ് INS ജഡായ. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിരീക്ഷണം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി ലക്ഷദ്വീപിൽ ആരംഭിച്ച ഇന്ത്യയുടെ പുതിയ നാവികത്താവളമാണ് INS ജഡായ. അടുത്തത്, 2023 കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് KA ബീനയ്ക്കാണ്. 2023 കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് KA ബീന. അടുത്തത്, സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ആദ്യ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെ? മഞ്ചപ്പാലം. കണ്ണൂരിലെ പടന്നപ്പാലം എന്ന സ്ഥലത്താണ് മഞ്ചപ്പാലം സ്ഥിതി ചെയ്യുന്നത്. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ആദ്യ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വന്നത് കണ്ണൂരിലാണ്, മഞ്ചപ്പാലം എന്ന സ്ഥലത്താണ്. അടുത്തത്, ഇരുചക്ര വാഹനങ്ങൾ ദൂരസ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി KSRTC ആരംഭിക്കുന്ന പദ്ധതി ഏത്? ബൈക്ക് എക്സ്പ്രസ്. ഇരുചക്ര വാഹനങ്ങൾ ദൂരസ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി KSRTC ആരംഭിക്കുന്ന പദ്ധതിയാണ് ബൈക്ക് എക്സ്പ്രസ്. അടുത്തത്, സംസ്ഥാന ഫിഷറീസ് വകുപ്പിന് കീഴിൽ ആദ്യ കടൽ ഭക്ഷണ റെസ്റ്റോറൻറ്റ് നിലവിൽ വരുന്നത് എവിടെ? ആഴാക്കുളം. തിരുവനന്തപുരത്തെ ആഴാക്കുളത്താണ് സംസ്ഥാന ഫിഷറീസ് വകുപ്പിന് കീഴിൽ ആദ്യ കടൽ ഭക്ഷണ റെസ്റ്റോറൻറ്റ് നിലവിൽ വരുന്നത്. അടുത്തത്, 2023 സ്കൂൾ കലോത്സവം അവതരിപ്പിക്കുന്നതിനായി മാതൃഭൂമി അവതരിപ്പിക്കുന്ന നിർമ്മിത ബുദ്ധി വാർത്താ അവതാരക ഏത്? ചിലങ്ക. 2023 സ്കൂൾ കലോത്സവം അവതരിപ്പിക്കുന്നതിനായി മാതൃഭൂമി അവതരിപ്പിക്കുന്ന നിർമ്മിത ബുദ്ധി വാർത്താ അവതാരകയാണ് ചിലങ്ക. അടുത്തത്, സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ഏത്? മലയൻകീഴ്. തിരുവനന്തപുരം ജില്ലയിലെ മലയൻകീഴ് പഞ്ചായത്താണ് സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത്. അടുത്തത്, 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കൾ എന്നറിയപ്പെടുന്നത് കണ്ണൂർ ജില്ലയാണ്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കളായത് കണ്ണൂരാണ്. അടുത്തത്, രാജ്യത്താദ്യമായി പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച സംസ്ഥാനമേത്? കേരളം. രാജ്യത്താദ്യമായി പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം. അടുത്തത്, സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമേത്? കേരളം. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ് കേരളം. അടുത്തത്, സംസ്ഥാനത്തെ ആദ്യ ജനമൈത്രി ചെക്ക് പോസ്റ്റ് നിലവിൽ വന്നത് എവിടെ? മറയൂരാണ്. ചട്ടമൂന്നാർ എന്ന സ്ഥലത്ത് മറയൂരിലാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ജനമൈത്രി ചെക്ക് പോസ്റ്റ് നിലവിൽ വന്നത്. അടുത്തത്, ഓഫീസുകളിൽ സ്റ്റീൽ പാത്രങ്ങളിൽ ചൂടോടെ ഉച്ചയൂൺ എത്തിക്കുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി ഏത്? ലഞ്ച് ബെൽ. ഓഫീസുകളിൽ സ്റ്റീൽ പാത്രങ്ങളിൽ ചൂടോടെ ഉച്ചയൂൺ എത്തിക്കുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് ലഞ്ച് ബെൽ എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, സൈബർ തട്ടിപ്പുകൾ തടയാനായി കേന്ദ്ര ടെലികോം മന്ത്രാലയത്തിൻ്റെ കീഴിൽ ആരംഭിക്കുന്ന പുതിയ സംവിധാനമാണ് ചക്ഷു. സൈബർ തട്ടിപ്പുകൾ
തടയുന്നതിനായി കേന്ദ്ര ടെലികോം മന്ത്രാലയത്തിൻ്റെ കീഴിൽ ആരംഭിക്കുന്ന പുതിയ സംവിധാനം ഏതാണെന്ന് ചോദിച്ചാൽ ചക്ഷുവാണ്. അടുത്തത് പൊതുഗതാഗതത്തിനായി പർവ്വതമാല പരിയോജന പദ്ധതിക്ക് കീഴിൽ രാജ്യത്തെ ആദ്യ റോപ്പ് വേ പദ്ധതി നിലവിൽ വരുന്ന നഗരമാണ് വാരണാസി. കേരളത്തിലെ ആദ്യ പദ്ധതിക്ക് വരുന്നത് മൂന്നാർ മുതൽ വട്ടവട വരെയാണ്. പൊതുഗതാഗതത്തിനായി പർവ്വതമാല പരിയോജന പദ്ധതിക്ക് കീഴിൽ ആദ്യ രാജ്യത്തെ റോപ്പ് വേ പദ്ധതി നിലവിൽ വരുന്ന നഗരമാണ് വാരണാസി. കേരളത്തിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ മൂന്നാർ മുതൽ വട്ടവട വരെയാണ്. അടുത്തത് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ഭേദഗതി പ്രകാരം എത്ര വയസ്സ് കഴിഞ്ഞവർക്കാണ് തിരഞ്ഞെടുപ്പിൽ തപാൽ വോട്ട് സൗകര്യം ലഭ്യമാകുന്നത്? 85 വയസ്സ് കഴിഞ്ഞവർക്ക്. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ഭേദഗതി പ്രകാരം 85 വയസ്സ് കഴിഞ്ഞവർക്കാണ് തിരഞ്ഞെടുപ്പിൽ തപാൽ വോട്ട് സൗകര്യം ലഭ്യമാകുന്നത്. അടുത്തത് കേരളത്തിലെ ആദ്യത്തെ സിഗ്നൽ ഫ്രീ റോഡ് നിലവിൽ വരുന്നത് NH66 അതായത് 603 കിലോമീറ്റർ സിഗ്നൽ ഉണ്ടാവില്ല. കേരളത്തിലെ ആദ്യത്തെ സിഗ്നൽ ഫ്രീ റോഡ് നിലവിൽ വന്നത് NH66 അടുത്തത് 2025 വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഏത്? ടോക്കിയോ. 2025 വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എന്നറിയപ്പെടുന്നത് ടോക്കിയോ ആണ്. അടുത്തത് 2027 വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഏത്? ബെയ്ജിംഗ്. 2027 വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എന്നറിയപ്പെടുന്നത് ബെയ്ജിംഗ് ആണ്. 2025 വേൾഡ് അത്ലറ്റിക്കിൻ്റെ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എന്നറിയപ്പെടുന്നത് ടോക്കിയോ ആണ്. 2027 ബെയ്ജിംഗ് ആണ്. അടുത്തത് കേരളത്തിൽ ബ്ലൂ കാർബൺ ശേഖരമുണ്ടെന്ന് അടുത്തിടെ ഗവേഷകർ കണ്ടെത്തിയത് എവിടെയാണ്? കുട്ടനാട്. വേമ്പനാട്ട് കായലിലെ കുട്ടനാട്ടിലാണ് കേരളത്തിൽ ബ്ലൂ കാർബൺ ശേഖരമുണ്ടെന്ന് അടുത്തിടെ ഗവേഷകർ കണ്ടെത്തിയത്. അടുത്തത് ഭിന്നശേഷിക്കാരായ ജീവനക്കാർക്ക് സ്പാർക്ക് ബന്ധിത ബയോമെട്രിക് പഞ്ചിങ് ബാധകമല്ല എന്ന് ഉത്തരവിറക്കിയ സംസ്ഥാനമേത്? കേരളം. ഭിന്നശേഷിക്കാരായ ജീവനക്കാർക്ക് സ്പാർക്ക് ബന്ധിത ബയോമെട്രിക് പഞ്ചിങ് ബാധകമല്ല എന്ന് ഉത്തരവിറക്കിയ സംസ്ഥാനമാണ് കേരളം. അടുത്തത് JFR അതായത് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് നേടുന്ന കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡറാണ് ശ്യാമ. JRF അല്ലെങ്കിൽ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് നേടുന്ന കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ എന്നറിയപ്പെടുന്നത് ശ്യാമയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2023 അതുപോലെ തന്നെ 2024 പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സുകളാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ആളെന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം.